സർ, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് സന്ധിവാതം. ഒരു രോഗമാണ് സന്ധിവാതം. ശരിക്കും എന്താണ് സന്ധിവാതം? രോഗത്തിനേക്കാളും ഒരു കണ്ടീഷനാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ജോയിൻറ്റിനെയാണ് ഇത് ബാധിക്കുന്നത്, അല്ലേ? അപ്പോൾ ജോയിൻ്റ് എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതലോ എല്ലുകളുള്ള ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഈ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ഒരു എല്ലിൻ്റെ ഒരു സർഫസ് മറ്റൊരു എല്ലിൻ്റെ മറ്റൊരു സർഫസ്, നമുക്ക് മുട്ട് തന്നെ എടുക്കാം. മുകളിലുള്ള ഫീമർ താഴെയുള്ള ടിബിയുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്ത് അതിങ്ങനെ വളയാനും തിരിയാനും നിൽക്കുക, അല്ലെങ്കിൽ രണ്ടെല്ല് മരവിച്ചിലായിരിക്കും. ഇപ്പോൾ മടങ്ങാനും തിരിയാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ജോയിൻറ്റ്. അവിടെയാണ് ഈ തേയ്മാനം വരുന്നത്. സന്ധിവാതം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന സാധനം വരുന്നത് അവിടെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എല്ലിൻ്റെ ഒരു ഭാഗത്ത് ആർട്ടിക്കുലാർ കാർട്ടിലേജ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു പാട, ഒരു കവറിംഗ് ഉണ്ട്. താഴത്തെ എല്ലിലും അതേപോലത്തെ ഒരു കവറിങ്, അതിൻ്റെ ഇടയ്ക്ക് ദശകളുണ്ട്, മെനിസ്കസ് അങ്ങനത്തെ ഇതൊക്കെയുള്ള ദശകളുണ്ട്. ഇവർ എക്സസീവ് ഉപയോഗം കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ കാരണം അല്ലെങ്കിൽ ഫ്രാക്ചറോ അങ്ങനെ എന്തെങ്കിലും കാരണം ഇത് ഫൈൻലി ട്യൂൺഡാണ്, ഭയങ്കര ക്ലീനായി 1 mm 2 mm തിക്നെസ് ഒക്കെ ഉള്ള സാധനങ്ങളാണ്. അത് എന്തെങ്കിലും ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഡിസ്റപ്റ്റഡ് ആകും. ആ ഡിസ്റപ്റ്റഡ് ആയി കഴിയുമ്പോൾ ഇത് ഒരഞ്ഞ് ഇത് തേഞ്ഞു പോകും. ഉള്ളിലുള്ള ദശ തേഞ്ഞു പോകും, ഈ ആർട്ടിക്കുലാർ കാർട്ടിലേജ് തേഞ്ഞു. അപ്പോൾ എല്ലും തമ്മിൽ കോൺടാക്റ്റ് വരും. ആ കോൺടാക്റ്റ് വരുന്നതിനാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അങ്ങനെ കോൺടാക്റ്റ് വരുമ്പോൾ എന്ത് പറ്റും? ഒന്ന്, അതിയായ വേദന ഉണ്ടാവും, അപ്പോൾ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും, എന്നുവെച്ചാൽ നീർക്കെട്ടും ഇതൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തേഞ്ഞു പോകുന്ന സാധനത്തിൻ്റെ ഷേപ്പ് മാറും. അതൊക്കെയാണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ. പെയിന്, ഷേപ്പ് മാറൽ. ഞാൻ പറയുന്ന പോലെ മറ്റേ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറോസിസ് കാരണവും ഇതുണ്ടാകും. അപ്പോൾ ഇവിടെ എല്ലിൻ്റെ ആരോഗ്യം കുറയുന്നു. ഇതിവിടെ എല്ലിൻ്റെ ആരോഗ്യത്തിനേക്കാളും കൂടുതൽ വെയർ ആൻഡ് ടയർ ആണ്. യൂസ് ചെയ്ത് ഇത് വരാം. അല്ലെങ്കിൽ ഒരു ട്രോമ വല്ലതും വന്നിട്ട് ക്ലീൻ ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ക്ലീൻ ആയിട്ടിരിക്കുന്ന ഷേപ്പിനകത്ത് ഒരു ട്രോമ വന്നു കഴിഞ്ഞാൽ എത്ര മര്യാദയ്ക്ക് അതിനെ അലൈൻ ചെയ്ത് വെച്ചില്ല എന്നിരിക്കട്ടെ, ആ കൊച്ചു ഫ്രാക്ചർ ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴത്തേ ആ ഫ്രാക്ചറിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി കാലസ് ടിഷ്യൂസ് എന്ന് വെച്ചാൽ ടിഷ്യൂസൊക്കെ വരും. കാലസ് ടിഷ്യൂസും എല്ല് യോജിച്ച് ചേർന്ന്. അപ്പോൾ അത് വരുമ്പോൾ അതിൻ്റെ കോൺഗ്രുവിറ്റി പോകും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്മൂത്ത്നെസ് അങ്ങ് പോകും. അപ്പോൾ ഒരേയില്ലേ, ഒരു ഫ്ലാറ്റായിട്ടിരിക്കുന്ന ഒരു ക്ലീൻ സർഫസ് തറയിൽ, നല്ല പോളിഷ് ചെയ്ത ഒരു തറയിൽ നമ്മൾ സ്ലൈഡ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. നല്ല സ്മൂത്തായിട്ട് മൂവ് ചെയ്യും. അതേപോലെ തന്നെ എല്ലുകൾ സ്മൂത്തായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതേസമയം ഒരു പരിപരായിരിക്കുന്ന സർഫസ് ആണെങ്കിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ ഓടാനും നടക്കാനും ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരഞ്ഞേ പോകത്തുള്ളൂ. അതേപോലെ ഇത് ഒരഞ്ഞു പോകണം, അപ്പോൾ ഡാമേജ് ഉണ്ട്. അതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്.